ഇവനെ ഞാനൊരു പരിപാടിയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്തോ? നിനക്ക് ഞാനൊരു സർക്കാർ ജോലി ഏതാണ്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തായി? ഞാൻ പറഞ്ഞിട്ട് എന്തായി? എന്തായി? എന്ത് ജോലി? അത് പഞ്ചായത്തിലൊരു ഡ്രൈവർ വേക്കൻസി ഇപ്പം താൽക്കാലികമാണ്. പിന്നെ പോയ അത് സ്ഥിരമാവാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി നല്ല പിടിവലിയും ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഞാനത് ബ്ലോക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നാളെയാണ് അപേക്ഷ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ആ ജോൺസിനെ കണ്ട അയാളോടൊരു നന്ദി പറയണം. നന്ദി മാത്രം പോരാ, അയാളെ തേടി പിടിച്ചു പോയിട്ട് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യാൻ വേണം. അതൊക്കെ ഉണ്ട്. സർക്കാർ ജോലി ക്യാഷുവല്ല, ക്യാഷുവല്ല, ക്യാഷുവല്ലയോ? ചായ വേണോ? ആവാം. അയ്യോ ജാട. ബൈ ദ വേ മിസ്റ്റർ മച്ചമ്പി, ഈ ഡിപ്പാർട്ട്മെന്റ് ഡ്രൈവർമാർക്ക് എങ്ങനെയാണ് ശമ്പളം വരുന്നത്? ഡ്രൈവർമാർക്കെന്നല്ല, എല്ലാ ഉദ്യോഗസ്ഥർക്കും അവരുടെ അക്കൗണ്ടിൽ പൈസ ഒന്നുള്ളൂ. അതല്ല, എത്ര രൂപ വെച്ച് മന്ത്ലി അവർക്കുള്ള ഇത് വരും ശമ്പളം? അതറിഞ്ഞിട്ട് ഇപ്പോൾ താങ്കൾക്ക് എന്താണ് വേണ്ടത്? ഞാനും ഡിപ്പാർട്ട്മെന്റിൽ കയറാൻ പോവല്ലേ. വരുന്ന മാസം മുതൽ നമ്മൾ ഒരേ തൂവൽ പക്ഷികളുടെ ചെലവ് ഞാനും ഡിപ്പാർട്ട്മെന്റിൽ ഡ്രൈവറുടെ ശമ്പളം മേടിക്കും. ഞാനും സെറ്റായിട്ടുണ്ട്. എനിക്ക് ജോലി റെഡിയായി മച്ചമ്പി. ആ എടീ, ഞാൻ പനിയാ ജ്വരോ അല്ലാണ്ട് നോക്കിയാണ്. എന്തുപറ്റി? പനിയുണ്ടോ? പിച്ചുംപേയും അല്ല, എനിക്ക് പഞ്ചായത്ത് താൽക്കാലിക ഡ്രൈവറുടെ ജോലി റെഡിയാക്കി. ക്ലിറ്റ് മച്ചമ്പി എല്ലാം സെറ്റാക്കി. ആണോ? അടിപൊളി, രക്ഷപ്പെട്ടല്ല. സത്യമല്ലേ പെണ്ണ് പറഞ്ഞ? എന്റെ ഈ ആഴ്ചത്തെ വാരഫലത്തിനകത്തുണ്ടല്ലോ എനിക്ക് സർക്കാർ ജോലി കിട്ടുമെന്ന്. ആണാ? അത് അച്ചിട്ടായില്ലേ ഇപ്പൊ? എന്ത് ഇത്ര ചിരിക്കാനായിട്ട്? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ വാരഫലം കറക്റ്റ് ആവുന്നൊരു മനുഷ്യനെ നേരിട്ടാണ്. ഉള്ളതാ മച്ചമ്പി. എടാ, ഒരു കാര്യം, താൽക്കാലികമായിട്ടുള്ള ജോലിയാണ്, ഒരുപാട് സ്വപ്നങ്ങളൊന്നും കാണരുത്. പിന്നെ വേറൊരു കാര്യം, ഈ രാഷ്ട്രീയക്കാർ കുത്തിത്തിരി കയറ്റുന്ന ജോലികളൊക്കെ ഉണ്ടല്ലോ, അസാധുവായിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്ത് നല്ലത് വന്നാലും അതിന്റെ ഇടയിൽ കുനിഷ്ട് കണ്ടുപിടിക്കുന്ന ഒരാള് ഈ ലോകത്ത് ഏട്ടൻ മാത്രമേ ഉള്ളൂ. എന്റെ അച്ചാച്ച എഴുന്നേറ്റ് പോന്നിട്ട് അവിടെ പോയി നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കും. ഇവിടെ ഇരുന്ന് ഇതൊക്കെ കേട്ട് വെറുതെ നെഗറ്റീവ് അടിക്കരുതേ. എനിക്കാണെങ്കിൽ DDT പാർട്ടി ഓഫീസിൽ പോകണം. ഇതിന്റെ ഒരു അപേക്ഷ തയ്യാറാക്കി കൊടുക്കണം. പിന്നെ 2-3 കോപ്പിയൊക്കെ എടുക്കണം. ഞാൻ പോട്ടെ. ചായ കുടിച്ചില്ല നീ? ചായ ചൂട് പോയെന്ന് തോന്നുന്നു. ചൂടുണ്ടോ? ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന് ഇങ്ങനെ ചായ പിടിക്കുമ്പോൾ ഇതിന് മാനേഴ്സ് കാണിക്കണം. അടുത്ത മാസം ശമ്പളം മേടിക്കാൻ പോകുമ്പോൾ എന്നെ വിളിക്കണം. ഒരുമിച്ച് വാങ്ങിപ്പോയി. അത് കേട്ടില്ല. അത് കേൾക്കാതെ പോണ നോക്ക്. പേടിച്ച് തരാനില്ല പെണ്ണെ. അതാ 3 കിലോ ഏത്തപ്പഴം മേടിച്ചു.